പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത് നമുക്കെങ്ങനെയാണ് വിജയം കിട്ടുക, വിജയം നൽകുന്ന കർത്താവിനോട് ചോദിച്ചുകൊണ്ട് എങ്ങനെ കർത്താവ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുമെന്നാണ്. അതിനെപ്പറ്റൊരു വചനമാണ് അതിനെപ്പറ്റൊരു വചനമാണ് നാം ഇന്ന് പങ്കുവെക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 27-ാം വാക്യം. വചനപ്രകാരമാണ്, ഞാൻ നിനക്ക് വിജയം നൽകും. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ വിജയം നൽകുന്ന കർത്താവാണെങ്കിൽ കർത്താവ് തന്ന വിജയം നമുക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഓർക്കുക, അപ്പോൾ വിജയം നൽകുന്ന ദൈവമാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിജയം നൽകുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ഉദ്ദേശത്തെ അവൻ്റെ ഇഷ്ടമായി ഏകോപിക്കുകയും ചെയ്യുന്നു എന്നാണ്. അവൻ്റെ ഉദ്ദേശമായി എൻ്റെ ആഗ്രഹം ഏകോപിക്കണം, ഒന്നായി തീരണം. അപ്പോൾ അവൻ എന്തു ചെയ്യും? നമ്മെ അനുഗ്രഹിക്കും, വിജയം നൽകുകയും ചെയ്യും എന്നതാണ്. യഥാർത്ഥ അഭിവൃദ്ധി ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, മറക്കരുത്. അപ്പോൾ എനിക്ക് വിജയം, അഭിവൃദ്ധി എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അപ്പോൾ നമുക്കൊന്നും അഹങ്കരിക്കാനില്ല, അവൻ തരുന്നതാണ്, അവൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ലഭിക്കാൻ ദൈവത്തിൻ്റെ അനുസരണത്തിലും ആത്മീയ കഴിവുകളുടെ കാര്യസ്ഥതയിലും വേരൂന്നിയതും, മറക്കരുത്. ഒന്നുകൂടെ അച്ഛൻ പറയാം, അവനോടുള്ള നമ്മുടെ അനുസരണത്തിലും, ഒപ്പം ദൈവം അങ്ങനെ ഞാൻ അനുസരിക്കുമ്പോൾ ആത്മീയ കഴിവുകൾ നമുക്ക് തരും, അതിൻ്റെ കാര്യസ്ഥതയിലും വേരൂന്നിയാകണം. ആത്യന്തികമായി ദൈവത്തിന് മഹത്വം നൽകുന്നതാണെന്നാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ വിജയം ദൈവം തരുന്നു, ആത്യന്തികമായി അവൻ്റെ പദ്ധതിയുമായി ചേർന്ന് നിൽക്കണം. അവന് മഹത്വം നൽകുന്ന ഒന്നായി മാറുമ്പോൾ അവൻ നമുക്ക് വിജയം നൽകും. മറക്കരുത്, അത് നാം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വേല ഉത്സാഹത്തോടെ ചെയ്യുക. അവിടെ സ്വാർത്ഥമായ ആഗ്രഹത്തിന് പകരം ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുമ്പോഴാണ് വിജയം നമുക്ക് ലഭിക്കുന്നത്. മനുഷ്യശക്തിയുടെ പരിശ്രമത്തിനു പകരം ദൈവത്തിൻ്റെ പ്രീതിയിൽ ആശ്രയിച്ച് അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു, അപ്പോൾ വിജയം കിട്ടും. എങ്കിൽ പ്രിയമുള്ളവരെ, വിജയം ദൈവം തരുന്നു. ദൈവത്തെ രാജ്യത്തോട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ വിജയം തരുന്നു. അവൻ്റെ പദ്ധതിയുമായി നമ്മുടെ പദ്ധതി ചേർത്ത് വയ്ക്കുമ്പോൾ വിജയം തരുന്നു. നാം അധ്വാനിക്കുക, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അവൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും, അവൻ്റെ രാജ്യത്തിന് വേണ്ടി വേല ചെയ്യുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദിവസം എല്ലാ പ്രവൃത്തിയിലും ഏതവസ്ഥയിൽ ദൈവം എനിക്ക് വിജയം തരും. അവൻ്റെ പദ്ധതി അനുസരിച്ച് അവനോട് കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പമായിട്ട് മറക്കരുത്, നിങ്ങളുടെ സകല നിയോഗങ്ങളും ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കണം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കും. നിൻ്റെ എല്ലാ പരിശ്രമങ്ങളും വിജയം വരിക്കും. അതിനോട് അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം തരുന്നു. എല്ലാ വിജയങ്ങളും കർത്താവ് നിനക്ക് ആശംസിക്കട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവൻ്റെ പദ്ധതിയിൽ വേരൂന്നി നമ്മുടെ പദ്ധതി ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ വചനഭാഗം എല്ലാവരും പങ്കുവയ്ക്കണം. കർത്താവ് നിങ്ങളെയും അവരെയും അനുഗ്രഹിക്കും.